നോക്കാം. ഇനി ഇതിനകത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, അതുപോലെ കൊളീഷൻസ്, അതൊക്കെ നമുക്ക് നോക്കാം. അതിനകത്ത് എല്ലാ കൊളീഷനിലും ലീനിയർ മൊമെൻറ്റവും അതുപോലെ തന്നെ ടോട്ടൽ എനർജിയും കൺസേർവ് ചെയ്യും. ഓക്കെ, എല്ലാ കൊളീഷനിലും ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ആൻഡ് ടോട്ടൽ എനർജി വിൽ ബി കൺസേർവ്ഡ്. ഇഫ് ദി കൈനറ്റിക് എനർജി ഈസ് സെപ്പറേറ്റ്ലി കൺസേർവ്ഡ്, അപ്പോഴാണ് നമ്മൾ എന്താ പറയുക, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയുക. അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ലോസ് ഓഫ് മോഷനിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സപ്പോസ് എ ഷെൽ ഇനീഷ്യലി അറ്റ് റെസ്റ്റ് explodes into 3 equal fragments. Okay, 2 fragments fly off in mutually perpendicular directions with the velocities 9 meter per second and 12 meter per second. What is the velocity of the third fragment? Ada. അപ്പോൾ അതിൽ ഈ ബിഫോർ എക്സ്പ്ലോഷൻ ഈ ഷെല്ല് റെസ്റ്റിലായത് കാരണം ടോട്ടൽ ലീനിയർ മൊമെൻറ്റം 0 ആണ്. അപ്പോൾ ആഫ്റ്റർ എക്സ്പ്ലോഷൻ 3 ഫ്രാഗ്മെൻറ്റിൻ്റെയും കൂടെ മൊമെൻറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞ് 0 കിട്ടണം. അതിൽ ഈ 3 ഫ്രാഗ്മെൻറ്റിൻ്റെയും മൊമെൻറ്റ് പറഞ്ഞാൽ വെക്ടറാണ്. അപ്പോൾ വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഫോളോ ദ റൂൾസ് ഓഫ് വെക്ടർ ആൾജിബ്ര. അപ്പോൾ അതിൽ 3 ഫ്രാഗ്മെൻ്റ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ മാസ് m/3, വെലോസിറ്റി എത്രയാണ് 9 മീറ്റർ സെക്കൻഡ് റൈസ് മൈനസ് 1 പറഞ്ഞു. ഇനി അതിന് പെർപെൻഡിക്കുലറായിട്ട് മാസ് m/3, വെലോസിറ്റി എത്രയാണ് 12 മീറ്റർ സെക്കൻഡ് റൈസ് മൈനസ് 1 പറഞ്ഞു. ഓക്കെ, 12 യൂണിറ്റ് എഴുതണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ഫ്രാഗ്മെൻറ്റിൻ്റെ മൊമെൻ്റ് കൂടെ വരയ്ക്കുമ്പോൾ റിസൾട്ടൻ്റ് 0 കിട്ടണമെങ്കിൽ എന്താ, മൂന്നാമത്തെ ഫ്രാഗ്മെൻറ്റ് കൂടെ വരയ്ക്കുമ്പോൾ ഇതെന്താവണം, ഇതൊരു ക്ലോസ്ഡ് ആവണം, അതായത് ട്രയാങ്കിൾ ആവണം. ഓക്കെ, ഇവിടെ മാസ് എത്രയാണ്, മാസ് m/3, പിന്നെന്താ വെലോസിറ്റി എത്രയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ആ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യണം. അതായത് ദിസ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ദിസ് സ്ക്വയർ പ്ലസ് ദിസ് സ്ക്വയർ. അതിലിവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇത് രണ്ടും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോമൺ ഫാക്ടർ നിങ്ങൾക്ക് പുറത്തെടുക്കാം. അതായത് ദിസ് സ്ക്വയർ പ്ലസ് ദിസ് സ്ക്വയർ അണ്ടർ റൂട്ട് ദിസ് ഈസ് ഈക്വൽ ടു, ഇതിൽ കോമൺ ഫാക്ടർ എത്രയാണ്, m/3 ഇൻറ്റു m/3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ അത് ഇതിലും ഉണ്ട് ഇതിലും ഉണ്ട്. റൈറ്റ്, ഇതിൽ m/3 ഉണ്ട്, ഇതിൽ m/3 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട്. ഇതിൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി 4ആണ്, ഇതിൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി 3ആണ്. അപ്പോൾ ആ ബാക്കിയുള്ളതിന് മാത്രം നമ്മൾ ആ പ്രോസസ്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എത്ര വരും, അണ്ടർ റൂട്ട് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്നാണ് വരിക. മനസ്സിലായില്ലേ, ഇവിടെ 3 സ്ക്വയർ, ഇവിടെ 3 വരും, ഇവിടെ 4 വരും. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, അത് 5 സ്ക്വയർ ആണ്, റൂട്ടിനകത്ത് വരും. അപ്പോൾ അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എത്ര വരും, 5 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കിട്ടുക. നമ്മളോട് ചോദിക്കുന്നത് സ്പീഡ് ഓഫ് ദ തേർഡ് ഫ്രാഗ്മെൻറ്റാണ്. അപ്പോൾ m/3 ഉണ്ട്, m/3 ഉണ്ട്, കളയാം. അപ്പോൾ v ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ഇനി എ ഷെൽ ഈസ് ഫയർഡ് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം ഗ്രൗണ്ട് അറ്റ് an angle of projection 60 degree. Okay, at the highest point it explodes into 2 identical fragments. One of the fragments retraces its path. Then what is the speed of the other fragment immediately after explosion? അതായത് എന്താ ഇപ്പോൾ പറഞ്ഞതെന്നറിയോ, നമ്മൾ ഇവിടുന്ന് ഒരു ഷെല്ല് ഫയർ ചെയ്തു. ഓക്കെ, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു 100 മീറ്റർ സെക്കൻഡ് റൈസ് മൈനസ് 1. ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ് എന്ന് വിചാരിച്ചോളൂ, 60 ഡിഗ്രി. അപ്പോൾ ഈ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴെന്താ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ ലീനിയർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മാസ് m, വെലോസിറ്റി എത്രയാണ് u cos 60. u cos 60 ഹാഫാണ്, അപ്പോൾ u/2 വരും. അതായത് 100 ഇൻറ്റു cos 60, അപ്പോൾ 100/2 പറഞ്ഞാൽ 50 വരും. 50 മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ദിസ് ഈസ് ദ ലീനിയർ മൊമെൻറ്റം ജസ്റ്റ് ബിഫോർ എക്സ്പ്ലോഷൻ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എക്സ്പ്ലോഷൻ ഒരു ഫ്രാഗ്മെൻറ്റ് m/2 ആണ് മാസ്, 2 ഐഡൻറ്റിക്കൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. m/2 റീട്രേസസ് ഇറ്റ്സ് പാത്ത് എന്നാ പറഞ്ഞാൽ ജസ്റ്റ് ബിഫോർ എക്സ്പ്ലോഷൻ 50 അങ്ങോട്ടാണെങ്കിൽ പാത്ത് റീട്രേസ് ചെയ്യണമെങ്കിൽ അതേ 50 നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരണം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ബിഫോർ എക്സ്പ്ലോഷൻ. ആഫ്റ്റർ എക്സ്പ്ലോഷൻ ഒന്ന് റീട്രേസ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടുള്ള 50 ഇങ്ങോട്ട് വരണം എന്നാ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം എന്താ ആഫ്റ്റർ എക്സ്പ്ലോഷൻ പറഞ്ഞാൽ മാസ് m/2, വെലോസിറ്റി എത്രയാണ് -50. ഓക്കെ, -50.
ആ റീട്രേസ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റിൻ്റെ മൊമെൻ്റാണത്. ഇനി ഇതുപോലെ ഒരു പാർട്ടിക്കിളൂടെ ഉണ്ട്, അതെന്താ, അതിൻ്റെ മാസ് m/2 ആണ്, അതിൻ്റെ വെലോസിറ്റി നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ -m/2 50 എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴതാവും 3m/2 × 50. ദിസ് ഈസ് ഈക്വൽ ടു m/2 ഇൻറ്റു വെലോസിറ്റി v വരും. അപ്പോൾ v ഈക്വൽ ടു 150 m/s/-1 വരും. ഓക്കെ, ഇനിയിപ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഒരു വുഡൻ ബ്ലോക്ക് നമ്മളിതേ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ആ വുഡൻ ബ്ലോക്കിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു ബുള്ളറ്റ് ഉണ്ട്, ആ ബുള്ളറ്റിൻ്റെ മാസ് സ്മോൾ m ആണ്. ഇറ്റ് ഈസ് ഫയർഡ് വിത്ത് എ ഹൊറിസോണ്ടൽ വെലോസിറ്റി u. ഓക്കെ, ആ ബുള്ളറ്റ് ദേ ഇങ്ങനെ വന്ന് ഇതിനകത്ത് ഇറ്റ് ഗെറ്റ്സ് എംബെഡഡ് ഇൻസൈഡ് ദ വുഡൻ ബ്ലോക്ക്. ഓക്കെ, ബുള്ളറ്റ്. അപ്പോൾ ദിസ് കമ്പൈൻഡ് മാസ് വിൽ റൈസ് അപ് ടു എ ഹൈറ്റ് സ്മോൾ h പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഇത് ഇവിടെ വന്ന് ഇതിനകത്ത് കയറി ഇത് നേരെ ഇങ്ങനെ അങ്ങ് പോകും, എത്ര ഹൈറ്റിലേക്ക് പോകുന്നതാണ്. അപ്പം ബിഫോർ കൊളീഷൻ മൊമെൻറ്റം എന്താ? ബിഫോർ കൊളീഷൻ മൊമെൻറ്റം പറഞ്ഞാൽ mu. ഏതിൻ്റെ? ബുള്ളറ്റിന് മാത്രമേ മൊമെൻ്റ് ഉള്ളൂ, ഇതിന് മൊമെൻ്റ് ഇല്ല. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ ഈ കമ്പൈൻഡ് മാസിൻ്റെ മൊമെൻറ്റം എന്താവണം? ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദാറ്റ് മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. ബിഫോർ കൊളീഷൻ ഈ മൊമെൻറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ കമ്പൈൻഡ് മാസിൻ്റെ മൊമെൻറ്റം ഇതാണ്. അപ്പോൾ കമ്പൈൻഡ് മാസിൻ്റെ കൈനറ്റിക് എനർജി എന്താവും? കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ? p²/2 ഇൻറ്റു മാസ്. ഇതാണ് ഫോർമുല. അതിൽ കമ്പൈൻഡ് മാസിൻ്റെ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഇതാണ്. അപ്പോൾ p²/2 ഇൻറ്റു കമ്പൈൻഡ് മാസിൻ്റെ മാസ് 2m. ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി കമ്പൈൻഡ് മാസ്. അതായത് ആ വുഡൻ ബ്ലോക്കിനകത്ത് ബുള്ളറ്റ് കയറിയിരിക്കുന്ന ആ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കൊളീഷൻ ഇതാണ്. ഇത് ഉപയോഗിച്ച് ഇതങ്ങ് പോകും. എത്ര ഹൈറ്റിലേക്ക് പോകും? ഇതിൻ്റെ കൈനറ്റിക് എനർജി ഫുള്ള് പൊട്ടൻഷ്യൽ എനർജിയായി തീരുന്നത് വരെ പോകും. അപ്പോൾ മാസ് m+m. ഓക്കെ, ഇൻറ്റു g ഇൻറ്റു h. ഓക്കെ, അവിടുന്ന് ആ h ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ h എന്താ വരിക? h ഈക്വൽ ടു m/M ഹോൾ സ്ക്വയർ ടൈംസ് u²/2g വരും. ഓക്കെ, അതായത് ആ ക്യാപിറ്റൽ m+m ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ദിസ് ഈസ് ദ ഹൈറ്റ് അപ് ടു വിച്ച് ദിസ് കമ്പൈൻഡ് മാസ് വിൽ മൂവ് ആഫ്റ്റർ കൊളീഷൻ. ഇനി എന്താണെന്നറിയോ? ഏറ്റവും വിശേഷപ്പെട്ട കാര്യം പറയാൻ പോവാണ്. അതായത് ഈ ബുള്ളറ്റ് ഉണ്ടല്ലോ, ബുള്ളറ്റിൻ്റെ മാസ് ഓഫ് ദ ബുള്ളറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 50 gram വിചാരിച്ചോ. പിന്നെ മാസ് ഓഫ് ദ വുഡൻ പ്ലാങ്ക് ദിസ് ഈസ് 950 gram വിചാരിച്ചോ. പോപ്പുലർ ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ലോസ് ഇൻ കൈനറ്റിക് എനർജി ഡ്യൂറിങ് ദിസ് പ്രോസസ്? അതായത് ഈ ബുള്ളറ്റ് ഒരു കൈനറ്റിക് എനർജിയിൽ ഇങ്ങനെ വരികയായിരുന്നു. അത് കഴിഞ്ഞ് ഇതുമായിട്ട് എന്താ പറയുക, ഇറ്റ് ഗെറ്റ്സ് എംബഡഡ് ഇൻസൈഡ് ദ വുഡൻ ബ്ലോക്ക്. അപ്പോൾ ദാറ്റ് കൊളീഷൻ ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊളീഷൻസിനെ നമ്മൾ പറയുക പ്ലാസ്റ്റിക് കൊളീഷൻസ് എന്നാണ്. അതായത് ദർ വിൽ ബി സം എനർജി ലോസ്. ഓക്കെ, അതിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്നാണ്. അതിൽ നിങ്ങൾ ശ്വാസം പിടിച്ചിരുന്ന് കേട്ടോളണം. വളരെ സിമ്പിളായിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ആണ് പറയാൻ പോകുന്നത്. പക്ഷേ ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ പറയാം. അതായത് ബിഫോർ കൊളീഷൻ ഉള്ള മൊമെൻറ്റവും ആഫ്റ്റർ കൊളീഷനുള്ള മൊമെൻറ്റവും പി എന്ന് പറയുന്നത് സെയിമാണ് അല്ലേ? ബിഫോർ കൊളീഷൻ ആണെങ്കിലും ആഫ്റ്റർ കൊളീഷൻ ആണെങ്കിലും. ബിഫോർ കൊളീഷൻ ഈ ബുള്ളറ്റ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതായത് മൂവ് ചെയ്യുന്ന മാസ് സ്മോൾ m ആണ്. ആഫ്റ്റർ കൊളീഷൻ ബുള്ളറ്റും ഈ ബ്ലോക്കും കൂടെ ചേർന്ന ക്യാപിറ്റൽ m+സ്മോൾ m ആണ് മൂവ് ചെയ്യണത്. നോക്കൂ, അപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഈ കൈനറ്റിക് എനർജി കൈനറ്റിക് എനർജി K ഈക്വൽ ടു p²/2 ഇൻറ്റു മാസ് എന്ന് പറയാം. മാസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ഈ സാധനത്തിന് മാറ്റമില്ല. ബിഫോർ കൊളീഷൻ ലീനിയർ മൊമെൻറ്റം പി, ആഫ്റ്റർ കൊളീഷനും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാറ്റം വരുന്നത് എന്താ? മാസിനാണ്. ബിഫോർ കൊളീഷൻ സ്മോൾ m മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ആഫ്റ്റർ കൊളീഷൻ ക്യാപിറ്റൽ m+സ്മോൾ m മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കി, കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു 1/m. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി K ഡാഷ്, ഇനീഷ്യൽ കൈനറ്റിക് എനർജി K, ദിസ് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് ഫൈനൽ ബൈ ഇനീഷ്യൽ. അപ്പോൾ മാസ് എന്താ? ഇനീഷ്യൽ ബൈ ഫൈനൽ. ആ ഇനീഷ്യൽ മാസ് ഇനീഷ്യലി m മാത്രമാണ് മൂവ് ചെയ്യുന്നത്.
ഫൈനലി എന്താ, ഫൈനലി ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ആണ് മൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് സി ഈ ഫൈനൽ കൈനറ്റിക് എനർജി കെ ഡാഷ് ഈക്വൽ ടു എന്താ സ്മോൾ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ഇൻറ്റു കെ എന്നാണ്, ഇൻറ്റു കെ. ഇതിനിപ്പോൾ എന്താണെന്നോ, ഇതിപ്പോൾ ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറയുകയാണ്. ഓക്കെ, നോക്കിയേ, ആകെയുള്ള കൈനറ്റിക് എനർജിയെ നോക്കൂ, ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്മോൾ എം എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആണ് വിചാരിച്ചോളൂ, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 3 ആണ് വിചാരിക്കുക. അപ്പോൾ ആകെയുള്ള കൈനറ്റിക് എനർജിയെ നോക്കൂ, 1 + 3 4 ഈക്വൽ പാർട്ടാക്കി. അപ്പോൾ ഓരോ പാർട്ടും എത്ര വരും? K/4 വരും. അതിലിപ്പോഴുള്ള കൈനറ്റിക് എനർജി കെ ഡാഷ് ഈക്വൽ ടു എന്താ, ഒരു പാർട്ടാണ് സ്മോൾ എം. ആകെയുള്ള കൈനറ്റിക് എനർജി എം പ്ലസ് എം പാർട്ടാക്കിയതിൽ സ്മോൾ എം പാർട്ട് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ, ക്യാപിറ്റൽ എം പാർട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി റിമൈനിങ്. ഏത്? ക്യാപിറ്റൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയെ എം പ്ലസ് എം പാർട്ടാക്കിയതിൽ എം പാർട്ട്, സ്മോൾ എം പാർട്ട്. അപ്പം നഷ്ടപ്പെട്ടത് എന്താ? ലോസ് ഓഫ് കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഇനീഷ്യൽ കൈനറ്റിക് എനർജിയെ എം പ്ലസ് എം പാർട്ടാക്കിയതിൽ എം പാർട്ട് നഷ്ടപ്പെട്ടു, സ്മോൾ എം പാർട്ട് ഇപ്പോഴുണ്ട്. ഇപ്പോൾ 1ഉം 3ഉം ആണെങ്കിൽ എന്താ, K/4 ഇപ്പോൾ ഉണ്ട്, 3K/4 നഷ്ടപ്പെട്ടു. കാരണം കെയെ 3 + 1 4 പാർട്ടാക്കുക, അതിൽ ഒരു പാർട്ട് ഇൻറ്റു 1 അതാണിപ്പോൾ റിമൈനിങ്, അതായത് 3 പാർട്ട് നഷ്ടപ്പെട്ടു. K/4 റിമൈനിങ്, 3K/4 ലോസ്റ്റ്. ഓക്കെ, ഇവിടെ കെയെ നമ്മൾ നോക്കൂ, അതാ കെയെ ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം പാർട്ടാക്കിയതിൽ സ്മോൾ എം പാർട്ട് റിമൈനിങ്, ക്യാപിറ്റൽ എം പാർട്ട് നഷ്ടപ്പെട്ടു. സോ ദിസ് ഈസ് ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇതാണ് നഷ്ടപ്പെട്ട കൈനറ്റിക് എനർജി, ഡെൽറ്റ കെ പറയാം. അപ്പോൾ ഈ നഷ്ടപ്പെട്ട കൈനറ്റിക് എനർജിയുടെ ഫ്രാക്ഷൻ എത്രയാണ് അത് നമുക്ക് എങ്ങനെ പറയാം? നഷ്ടപ്പെട്ട കൈനറ്റിക് എനർജി ഡെൽറ്റ കെ ഡിവൈഡ് ബൈ ഒറിജിനൽ കെ, ദിസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം. നോക്കൂ, ഇവിടെ എന്താ, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 950 ആണ്. ഇത് എത്രയാണ്? 950 + 50 പറഞ്ഞു കഴിഞ്ഞാൽ 1000. അപ്പോൾ 950 ഡിവൈഡഡ് ബൈ 1000, 950/1000 പറഞ്ഞു കഴിഞ്ഞാൽ 95 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ ഈ 95/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 ഡിവൈഡ് ബൈ 20 പറയാം. അപ്പോൾ എത്ര ഫ്രാക്ഷൻ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 1/20 മാത്രമാണ് ബാക്കിയുള്ളത്, 19/20 നഷ്ടപ്പെട്ടു. അതായത് നമ്മൾ 20 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ട് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി 19 പാർട്ടും നഷ്ടപ്പെട്ടു. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി? പെർസെൻറ്റേജ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഇതിന് നിങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 95/100 × 100 പറഞ്ഞാൽ 95% കൈനറ്റിക് എനർജി ഈസ് ലോസ്റ്റ്. ഇനി അടുത്തത് എന്താണെന്നറിയോ? എ ന്യൂട്രോൺ മൂവിങ് വിത്ത് എ സ്പീഡ് v makes a head-on elastic collision with a nucleus of mass number capital A initially at rest. What fraction of the kinetic energy is retained by the neutron? അതാണ് വേണമെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ കൈനറ്റിക് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ന്യൂക്ലിയസ്, അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ന്യൂക്ലിയസ് റെസ്റ്റിലാണ്, ന്യൂട്രോണിന് മാത്രമേ കൈനറ്റിക് എനർജി ഉള്ളൂ. ഇലാസ്റ്റിക് കൊളീഷനാണ്, ഹെഡ് ഓൺ ആണ്. അപ്പോൾ അവിടെ എന്താണെന്നറിയോ? സി വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ m1 - m2 ഡിവൈഡഡ് ബൈ m1 + m2 ഓക്കെ ഇൻറ്റു u1. ഓക്കെ, പിന്നെന്താ പ്ലസ് 2m2 ഡിവൈഡഡ് ബൈ m1 + m2 ഇൻറ്റു u2. ഓക്കെ, ഇതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടിക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂട്രോൺ ആണ്, സെക്കൻഡ് പാർട്ടിക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയസ് ഓഫ് മാസ് നമ്പർ ക്യാപിറ്റൽ എ ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. അപ്പോൾ ഈ u2 പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ദിസ് ടേം വിൽ വാനിഷ്, അത് ഉണ്ടാവില്ല, റൈറ്റ്? ഓക്കെ, അത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത് കളയാം. ഇനി ഈ രണ്ടാമത്തത് എന്താണെന്നറിയോ? ഇവിടെ v1 പറഞ്ഞാൽ ദറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ദി ന്യൂട്രോൺ ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ആ m1 എന്താ? 1 AMU ആണ് ന്യൂട്രോണിൻ്റെ മാസ്, പിന്നെ ന്യൂക്ലിയസിൻ്റെ മാസ് A ആണ്.
divided by 1 plus a വരും 1 plus a into u പറയാം. ഓക്കെ, അപ്പോൾ what fraction of the kinetic energy is retained by the neutron? ന്യൂട്രോൺ റീറ്റെയിൻ ചെയ്യണത് എന്താ? ഹാഫ് m1 v1 സ്ക്വയർ kinetic energy after collision, ഹാഫ് m1 u സ്ക്വയർ kinetic energy before. അപ്പോൾ ദിസ് ഈസ് ദ ഫ്രാക്ഷണൽ കൈനറ്റിക് എനർജി റീറ്റെയിൻ ബൈ ദ ന്യൂട്രോൺ. അതിൽ എന്താ വരിക? v1 ഡിവൈഡഡ് ബൈ യു, v1 ബൈ യു ഹോൾ സ്ക്വയർ വരും. v1 ബൈ യു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 മൈനസ് എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ഹോൾ സ്ക്വയറാണ്. ഈ സ്ക്വയർ ആയതുകൊണ്ടേ നിങ്ങൾ 1 മൈനസ് എനെ സ്ക്വയർ ചെയ്താലും എ മൈനസ് 1നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും ഒരേപോലെ വരിക. അപ്പോൾ എ മൈനസ് 1 ഡിവൈഡ് ബൈ എ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. അതാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് ദിസ് ഈസ് ദി fraction retained by the neutron. Okay, ഇനി what is the fraction transferred to the nucleus? അങ്ങനെ ചോദിച്ചു വിചാരിക്കുക. ഇതിപ്പോൾ ആക്ച്വലി എന്താ വരിക എന്നറിയോ? ഇത് വരുന്നത് ഇത് m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ, ഇതാണ് വരുന്നത്. ഓക്കെ, അതിൽ m1 1 മൈനസ് എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ഹോൾ സ്ക്വയറാണ്. സ്ക്വയർ ആയത് കാരണം 1 മൈനസ് എ ആണെങ്കിലും എ മൈനസ് 1 ആണെങ്കിലും കുഴപ്പമില്ല, അത് അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ഫ്രാക്ഷൻ റീറ്റെയിൻ ചെയ്തു. ഇപ്പോൾ 1/3 റീറ്റെയിൻ ചെയ്തു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തത് എത്രയാണ്? 1 മൈനസ് 1/3. ഓക്കെ, അപ്പോൾ ഇത്രയും റീറ്റെയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷണൽ കൈനറ്റിക് എനർജി ട്രാൻസ്ഫേർഡ് ടു ദി ന്യൂക്ലിയസ് അതെങ്ങനെയാണ്? 1 മൈനസ് എന്താ ഇത് ചെയ്യാം, m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അതിൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക അറിയോ? 4m1 ടൈംസ് m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ ദിസ് പർട്ടിക്കുലർ കേസ് ദിസ് വിൽ ബി 4a ഡിവൈഡ് ബൈ a പ്ലസ് 1 ഹോൾ സ്ക്വയർ വരും. റൈറ്റ്, നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിലേ നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണണം. കാരണം ഈ ചെയ്യുന്നതിലൊക്കെ സ്റ്റെപ്സ് കുറവാണ്. സ്റ്റെപ്സ് കുറവാകുമ്പോഴെന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ആൻസർ കിട്ടും. പിന്നെ മാത്രമല്ല തെറ്റാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇനി എന്താണോ, റബ്ബർ ബോൾ ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ, ഇറ്റ് ബൗൺസസ് ടു എ ഹൈറ്റ് ഓഫ് 1.8 മീറ്റർ. 2 ചോദ്യങ്ങൾ ചോദിക്കാം. വാട്ട് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ? Okay, and what fraction of the velocity is lost? Okay, എത്ര ഫ്രാക്ഷൻ ലൂസ് ചെയ്തു എന്ന് വെലോസിറ്റി. അതിൽ നമുക്ക് എന്തു പറയാം, ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ മൈനസ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ v1 മൈനസ് v2, റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ, ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എന്താണെന്നറിയോ, റബ്ബർ ബോൾ സാധാരണ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് എ നമ്പർ ഓഫ് കൊളീഷൻസ് വിത്ത് ദ ഫ്ലോർ. അതിൽ ഒരു ബോഡി റബ്ബർ ബോളാണ്, രണ്ടാമത്തെ ബോഡി ഫ്ലോറാണ്. ഈ ഫ്ലോറ് കൊളീഷന് മുമ്പും കൊളീഷന് ശേഷവും റെസ്റ്റിലാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ബോഡി ഫ്ലോറിൻ്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ 0, ബിഫോർ കൊളീഷൻ 0. ഓക്കെ, അതിന് നമുക്ക് ഈ v1 പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കൊളീഷനാണ്. ഓക്കെ, u1 ഈ u1 വന്ന് സ്ട്രൈക്ക് ചെയ്തു. ആ h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ 2gh. ഓക്കെ, ഇനി ഇവിടുന്ന് ബൗൺസ് ചെയ്യുന്ന വെലോസിറ്റി v1, അത് h ഡാഷ് ഹൈറ്റിലേക്കാണ് പോണേ വിചാരിച്ചോ. അപ്പോൾ 2gh എന്ന് വരും. വെലോസിറ്റി കൂടി 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 u1 ഇടിച്ചു. ആ ഇടി കഴിഞ്ഞ് ഉടനെ വെലോസിറ്റി മേലോട്ടാവും. ആ മേലോട്ട് സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിലുള്ള വെലോസിറ്റിയാണ് v1. കാരണം v1 കുറഞ്ഞ് 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 0 ആവും. അപ്പോൾ ദിസ് ഈസ് ദ വെലോസിറ്റി ജസ്റ്റ് ബിഫോർ കൊളീഷൻ u1. ആൻഡ് v1 ഈസ് ദ വെലോസിറ്റി ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാമെന്നറിയോ? v1 ഡിവൈഡഡ് ബൈ u1, അതായത് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ, വെലോസിറ്റി ബിഫോർ കൊളീഷൻ, ദിസ് ഈസ് ഈക്വൽ ടു h ഡാഷ് ഡിവൈഡ് ബൈ h വരും. അവർ പറഞ്ഞത് 5 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു, 1.8 മീറ്റർ ഹൈറ്റിലേക്ക് ബൗൺസ് ചെയ്തു. അപ്പോൾ നമുക്കത് പറയാം 1.8 ഡിവൈഡ് ബൈ 5. നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്. മേലെയും താഴെയും ഡബിൾ ചെയ്യുക. അതായത് 1.8 ബൈ 5 പറഞ്ഞാൽ 3.6 ബൈ 10 പറഞ്ഞാൽ 0.36. ഓക്കെ, 0.36 നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇത് 0.6 എന്ന് കിട്ടും. അത് ഇഷ്ടപ്പെടാത്തവർക്ക് അതിനെ 3/5 എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ, 3/5. ഓക്കെ,
അപ്പോൾ V1 അതായത് വെലോസിറ്റി, ഇപ്പോൾ ഇവിടെ ഒരു ബോഡി മാത്രമേ ഉള്ളൂ, അത് കാരണം എന്താ സഫിക്സിന് വലിയ കാര്യമില്ല അതിനകത്ത് കേട്ടോ. അപ്പോൾ വെലോസിറ്റി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കൊളീഷൻ ദിസ് ഈസ് ഈക്വൽ ടു 3/5u. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വെലോസിറ്റി ഈസ് ലോസ്റ്റ്? ഇതാ 3/5, അതായത് 60% ഈസ് റീറ്റെയിൻഡ്, 40% നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട ഫ്രാക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. അത് 2/5 ആണ്. കാരണം ആകെ 5u/5 പറഞ്ഞാൽ 5 പാർട്ടാക്കി, അതിൽ 3 പാർട്ട് ഇപ്പം ഉണ്ട്, 2 പാർട്ട് നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.